ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രുചി ആൻഡ് ഹോം. സോ ഇന്ന് എനിക്ക് കിട്ടിയ 2 ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. വൺ ഈസ് മാംഗോ കേക്ക് ആൻഡ് അനദർ വൺ ഈസ് റാഫലോ കേക്ക്. ഇന്ന് നമുക്ക് റാഫലോ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഇതിന് മാംഗോ കേക്കിൻ്റെ റെസിപ്പി പാർട്ട് 2 ആയിട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു കേക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ക്രീം. ഈ ക്രീം മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ക്രീം ചീസും മിൽക്ക് മെയ്ഡും മിൽക്ക് പൗഡറും ഫ്രഷ് ക്രീമുമാണ്. ഈ ഹോം മെയ്ഡ് ക്രീമും ഡെസിനേറ്റഡ് കോക്കനട്ടും കൂടെ നമ്മുടെ വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ 2 ബർത്ത്ഡേ കേക്കിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഗൾഫിൽ നിന്ന് ഹസ്ബൻഡ് സ്വന്തം വൈഫിനും മോൻക്കും വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള 2 കേക്ക്സാണ് ഈ മാംഗോ കേക്കും റാഫലോ കേക്കും. ആൻഡ് ആൾസോ ഹി വാണ്ട് ടു സർപ്രൈസ് ദം. വൈഫിൻ്റെ ബർത്ത്ഡേ 2 ഡേയ്സ് മുന്നേ കഴിഞ്ഞുകൊണ്ട് മോൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് 2 പേരെയും സർപ്രൈസ് ചെയ്യാൻ എന്നോട് പറഞ്ഞത്. ഫസ്റ്റ് അവരുടെ മോൻക്ക് കേക്ക് കൊടുത്ത് സർപ്രൈസ് ചെയ്തതിന് ശേഷമാണ് വൈഫിന് കൊടുക്കാൻ പറഞ്ഞത്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് എനിക്കത് അടിപൊളിയായിട്ട് തന്നെ അവർ സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റി. കേക്കിലെ ഫസ്റ്റ് ലെയറിൽ ക്രീം ആക്കിയതിന് ശേഷം ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ട് അതിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഫുള്ളി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബദാമും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും നന്നായിട്ട് ക്രഷ് ചെയ്യുക. അത് ക്രഷ് ചെയ്തതും അതുപോലെ ഡെസിനേറ്റഡ് കോക്കനട്ടും ഇതിന് മുകളിൽ ഫുള്ളി കവർ ചെയ്യുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റിയൽ റാഫലോൻ്റെ ടേസ്റ്റ് തന്നെ ഇത് തരും. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ഞാൻ ലെയറിൽ ഐസിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഡെസിനേറ്റഡ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും ഷുഗറും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ്. ഇത് ഫസ്റ്റ് ലെയറിലും ഇതുപോലെ തന്നെ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാനും വിട്ടുപോയതാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ റാഫലോ കേക്കിന് നല്ല ടേസ്റ്റ് തന്നെ കൊടുക്കും. സോ നോർമലായിട്ട് നമ്മൾ ഐസിങ്ങിന് യൂസ് ചെയ്യുന്നത് ചേർക്കാതെ ഇതൊന്ന് ട്രൈ ആക്കാം. നെക്സ്റ്റ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്. ഒരു കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധയോടെ ഇഷ്ടത്തോടെയും ചെയ്യേണ്ട ഒന്നാണ് അതിൻ്റെ ഡെക്കറേഷൻസ്. ഒരു കസ്റ്റമർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ കേക്കും ഓർഡർ ചെയ്യുന്നത്. സോ ഒരു കേക്കിൻ്റെ മെയിൻ പാർട്ട് തന്നെ അവർ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് ഡെക്കറേഷൻസ് നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഈ ഒരു കേക്കും അവർ പറഞ്ഞ പോലെ എനിക്ക് ബേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഇത് അവരുടെ വൈഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത കേക്കാണ്. ഇതുപോലെ ഒരു തീം കേക്ക് അവരുടെ മോനിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണതാണ്. ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്തിട്ട് തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ മേ ബി വീഡിയോസിലുണ്ടാവും. ഇവിടുത്തെ കേക്ക് ടേസ്റ്റ് റിയലി ഗുഡ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിയൽ റാഫലോൻ്റെ ടേസ്റ്റ് തന്നെ ഈ ഒരു റാഫലോ കേക്കിനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് ആൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ സീ യു.